ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ ലൂക്കോസ് തബ്രോനോ എഴുതപ്പെട്ട കർത്താവിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, പിന്നെയോ സ്വർഗത്തിൽ നിങ്ങളുടെ നാമങ്ങൾ എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുകയും. കർത്താവ് തൻ്റെ പരശുശ്രൂഷ വേളയിൽ 70 പേരെ തിരഞ്ഞെടുത്ത് താൻ സഞ്ചരിക്കേണ്ട, താൻ കടന്നു ചെല്ലുന്ന പട്ടണങ്ങളിലേക്ക് മുൻകൂറായിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ അയക്കപ്പെട്ടതിന് ശേഷം ഈ 70 പേരെ കർത്താവിൻ്റെ അടുക്കൽ സന്തോഷത്തോടുകൂടെ മടങ്ങി വന്ന് തങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കർത്താവിന് മുമ്പിൽ അറിയിക്കുകയാണ്. അവരിങ്ങനെ പറയുകയാണ്: ഞങ്ങളുടെ കർത്താവെ, പിശാചുക്കൾ പോലും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ ആ വലിയ സന്തോഷം പ്രകടമാക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: സാത്താൻ ഇടിമിന്നൽ പോലെ ആകാശത്തിൽ നിന്ന് നിബദിക്കുന്നത് ഞാൻ കണ്ടു. സർപ്പങ്ങളുടെയും തേളുകളുടെയും സാത്താൻ്റെ ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പിന്നെയോ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ നാമങ്ങൾ എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ പിന്നാലെ പരക്കം പായാതെ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും സ്വർഗത്തിൽ നമുക്ക് പേര് കിട്ടിയില്ല എങ്കിൽ, സ്വർഗത്തിൽ സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ശുശ്രൂഷകളെല്ലാം വ്യർത്ഥമായെത്തി. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഉന്നതത്തിലുള്ളതായിരിക്കണം. നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുന്നതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കണം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം, രക്ഷയായിരിക്കണം, നിത്യജീവനായിരിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നമുക്കിടയാകട്ടെ. ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾ, ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതിലേക്ക് കണ്ണ് നടാതെ എപ്പോഴും സ്വർഗരാജ്യത്തെ പ്രതീക്ഷിക്കുവാൻ, സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ നമുക്ക് ഇടയാകണം. നമ്മുടെ ചുറ്റുപാടും നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും യേശുവിൻ്റെ സ്നേഹം പങ്കുവെക്കാൻ നമുക്കിടയാകട്ടെ. അതിലൂടെ അവരെയും സ്വർഗരാജ്യത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ കേട്ട വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ യുവാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിത്യജീവൻ സമ്പാദിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കണമേ, സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ.